എല്ലാവർക്കും നമസ്കാരം. MTയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പച്ചപ്പിലേക്കുള്ള യാത്ര തുടരുകയാണ്. കബനി യാത്രയാണ്. വന്യജീവി കാഴ്ചകളും പ്രകൃതിയിലേക്കുള്ള യാത്രകളും തുടരുകയാണ്. കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുക. ഒരു വേനൽക്കാലം അവസാനിച്ചു. പച്ചപ്പിലേക്കുള്ള യാത്രയാണ്. ഉടങ്ങിയ കബനിക്കാടുകളിലെ കാഴ്ചകൾ അനവധിയായിരുന്നുവെങ്കിലും അതിൽ നിന്ന് പച്ചപ്പിലേക്ക് കയറുമ്പോൾ ആ കാഴ്ചകളാണ് ഇന്ന് നമുക്ക് മുന്നിലുള്ളത്. ആനകളും കടുവകളും മംഗൂസും മാനും മ്ലാവും ഫ്ലെമിംഗോസും ഉൾപ്പെടെ കാഴ്ചയിൽ നിറയുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതെന്ന് ഓർമ്മിപ്പിക്കട്ടെ. ഈ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം ഈ കാടിനെക്കുറിച്ച് ചിലത് ഓർമ്മിപ്പിക്കട്ടെ. കാഴ്ചയിൽ തള്ളയാനയും കുട്ടിക്കൊമ്പനും മഴ നനഞ്ഞ കാഴ്ചകളാകുമ്പോൾ ചുറ്റുവട്ടങ്ങളിൽ കസ്റ്റഡ് ഹോക്കികളും മാൻകൂട്ടങ്ങളും പന്നിയും മ്ലാവും എല്ലാം നമുക്ക് മുമ്പിൽ കാഴ്ചകളായി ഉണ്ടായിരുന്നു. പിടിയാന ചെറിയ മുടങ്കാടുകളിൽ നിന്ന് പുല്ലുകൾ ഒടിച്ചു കഴിക്കുമ്പോൾ കുട്ടിക്കുമ്പൻ മഴ നനഞ്ഞ് തറയിലുള്ള ചെറു പുല്ലുകൾ പറിച്ചു കഴിക്കുന്നുണ്ടായിരുന്നു. അവൻ കൂടെ ശരീരം മരത്തിലിട്ട് ഉരച്ച് ചൊറിയുന്നതും കണ്ടു. ഈ കാഴ്ചകളെല്ലാം നമുക്ക് മുന്നിലുള്ളപ്പോൾ നമ്മൾ മുമ്പ് സൂചിപ്പിച്ചോളെ ഈ വനത്തെക്കുറിച്ചും ഈ വനപ്രദേശത്തെക്കുറിച്ചും ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. കേരളത്തിൽ നിന്ന് അധികം ആരും കാണുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ഒരു വനപ്രദേശം കൂടിയാണിത്. അതിർത്തി ജില്ലയിലെ വനപ്രദേശം കൂടിയാണിത്. നാഗറുള എന്ന പേരിൽ ഈ വനപ്രദേശം അറിയപ്പെടുന്നു. ഈ പേരിൻ്റെ അർത്ഥം പാമ്പിനെ പോലെ ഒഴുകുന്ന നദി എന്നതാണ്. ഇടതൂർന്ന വനങ്ങളിൽ കൂടെ പാമ്പിനെ പോലെ ഒഴുകുന്ന നദിയിൽ നിന്നാണ് ഈ സ്ഥലത്തിന് ഈ പേര് ലഭിക്കുവാൻ പ്രധാന കാരണമായത്. നാഗറുള ദേശീയ ഉദ്യാനം സന്ദർശിക്കുമ്പോൾ വിനോദസഞ്ചാരികൾക്ക് സ്ലോത്ത് ബിയർ, ആനകൾ, പാന്തറുകൾ, 4 കൊമ്പുള്ള ഉറുമ്പുകൾ, കാട്ടുപന്നികൾ, ഈനാമ്പേച്ചികൾ, ഗൗറുകൾ, ബോണറ്റ് മക്കാക്കുകൾ, പറക്കുന്ന കുറുക്കന്മാർ, കടുവകൾ, പുള്ളിപ്പുലികൾ, കാട്ടുപട്ടികൾ എന്നിവയെ നമുക്ക് ധാരാളമായി കാണുവാൻ സാധിക്കും. ഇത് തന്നെയാണ് നാഗറുള വനപ്രദേശത്തെ ഏറ്റവും കൂടുതൽ ആളുകളുടെ ഇഷ്ടകേന്ദ്രമാക്കുവാനുള്ള പ്രധാന കാരണം. പ്രത്യേകിച്ചും ഞാൻ ആ കാര്യത്തിൽ സന്തോഷവാനുമാണ്. കോഴിക്കോട് നഗരത്തിൽ നിന്ന് 100 കിലോമീറ്റർ ദൂരം മാത്രമാണ് നാഗറുള ദേശീയോദ്യാനത്തിലേക്കുള്ളത്. താമരശ്ശേരി ചുരം കയറിയാൽ പിന്നീട് അവിടേക്കുള്ള അധിക ദൂരമില്ല എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അടുത്ത നിങ്ങളുടെ യാത്രയിൽ, പ്രത്യേകിച്ചും വയനാട് യാത്രയിൽ
ഈ നാഗർഹോളെ വനപ്രദേശം നിങ്ങളുടെ പട്ടികയിൽ തീർച്ചയായും ഉൾപ്പെടുത്തുക. കാഴ്ചകളിൽ നിന്ന് കബനി പുഴയുടെ ഒരു വശത്തേക്ക് എത്തുമ്പോൾ ഫ്ലെമിംഗോസിനെയും വിവിധ ഇനം ദേശാടന പക്ഷികളെയും അവിടെ കാണുവാൻ കഴിഞ്ഞു. നോക്കുന്നിടത്തെല്ലാം മ്ലാവുകൾ അനവധിയായി നമുക്ക് കാണുവാൻ സാധിച്ചു. കടുവയുടെ ഇഷ്ട ഭക്ഷണം കൂടിയാണ് ഇവ. ആ കാഴ്ചയ്ക്കൊപ്പം വണ്ടി ഓടിച്ചെന്നത് ഇന്ത്യൻ ഗോറിന് മുന്നിലേക്കാണ്. തൊട്ടടുത്ത മ്ലാവും മങ്കൂസും എല്ലാം നമുക്ക് മുന്നിൽ കാഴ്ചകളായുണ്ട്. ഇടതൂർന്ന കാടുകൾ തിങ്ങി നിൽക്കുന്നതിനാൽ ഏവരും ശ്രദ്ധയോടെ നോക്കിയിരുന്ന കടുവ, പുലി പോലുള്ള ഒന്നും തന്നെ നമ്മുടെ മുന്നിൽ എത്തിയില്ല എന്നതാണ്. കബനിയിലെ പുതിയ വാഹനത്തിൽ 3 മണിക്കൂറാണ് ഈ വനപ്രദേശത്തിൽ നമ്മൾ സഞ്ചരിച്ചത്. ആ സമയം പോകുന്നത് അറിയാതെ ഈ മണിക്കൂറിൽ കടന്നു പോകുമ്പോൾ വണ്ടി ഓടിയെത്തിയ പ്രവേശന കവാടത്തിന് അരികിലത്തേക്കാണ്. അവസാന കാഴ്ചയായി അവനും നമുക്ക് മുന്നിലെത്തി, കാട്ടുകൊമ്പൻ. നേരെ ഇരുട്ട് വരുന്നതേ ഉള്ളൂ. ആ സമയത്ത് അവൻ ആ കാടിനുള്ളിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് ഉണ്ടായത്. പുല്ല് പറിച്ച് കഴിക്കുകയാണ്. ആ ഭീമാകാരനെ നന്നായി തന്നെ പകർത്തി. മടങ്ങുകയാണ്. പ്രകൃതിയിലേക്കുള്ള ഞങ്ങളുടെ യാത്രകൾ തുടരുന്നു. ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ കമൻറ്റുകൾ തീർച്ചയായും ഞങ്ങളെ അറിയിക്കുക. മടങ്ങട്ടെ. ജൂബി കരിക്കാടൻ, MTI.